ഹായ്, വെൽക്കം ബാക്ക് ടു എജുബി. ഇന്ന് നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്ന നമ്മളെല്ലാം സ്ഥിരം കേട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു ടോപ്പിക്കാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇൻഫ്ലേഷൻ എന്ന് ചോദിച്ചാൽ സിംപ്ലി നമ്മുടെ നാട്ടിൽ നമ്മൾ വിലക്കയറ്റം എന്ന് പറയത്തില്ലേ, അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന വിലക്കയറ്റമാണ്. സോ ഇവിടെ നോക്കിയേ, നമ്മുടെ ഇൻഫ്ലേഷന്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നതോ, inflation is the rate at which general level of prices for goods and services is rising. അതായത് എന്താണ്, നമ്മുടെ നാട്ടിലെ ഗുഡ്സും സർവീസസും ഈ രണ്ട് കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളുടെയും പ്രൈസ് കൂടുന്നതിന്, ആ വില കയറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ ഇൻഫ്ലേഷൻ ടെക്നിക്കലി എന്താണ്, വിലക്കയറ്റമാണ് എന്തെന്ന് പറയുന്നത്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പർച്ചേസിംഗ് പവർ ഓഫ് കറൻസി എന്ത് ചെയ്യും, ഫോളോ ചെയ്യും. ഓക്കെ, എന്താണ് പർച്ചേസിംഗ് പവർ ഓഫ് കറൻസി എന്ന് വെച്ചാൽ, ഇപ്പൊ റുപ്പി എന്ന് പറയുന്നത് ഇന്ത്യയുടെ കറൻസി. ഈ കറൻസിയിൽ ഒരു യൂണിറ്റിന് വാങ്ങിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഒരു യൂണിറ്റിന് നമുക്കൊരു 100 പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ഇൻഫ്ലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു യൂണിറ്റിന് 100 പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് പകരം ചിലപ്പോൾ നമുക്ക് 50 പ്രോഡക്ട്സ് മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇൻഫ്ലേഷൻ സംഭവിക്കുമ്പോൾ എന്ത് ഉണ്ടാവുന്നു, നമ്മുടെ കറൻസിയുടെ പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത് കുറയുന്നു അല്ലെങ്കിൽ ഫോൾ ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇൻഫ്ലേഷൻ എപ്പോഴും കണക്കാക്കുന്ന തൊട്ട് മുൻപത്തെ വർഷവുമായിട്ട് കമ്പയർ ചെയ്താണ്. ഓക്കെ, സോ ഇൻഫ്ലേഷൻ എങ്ങനെയാണ് കണക്കാക്കുന്നത്, പ്രീവിയസ് ഇയറിന്റെ പ്രൈസുമായിട്ട് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, അപ്പൊ എന്താണ് ഇൻഫ്ലേഷൻ, സിംപ്ലി വിലക്കയറ്റം. ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും, പർച്ചേസിംഗ് പവർ ഓഫ് കറൻസി ഡ്രോപ്പ് ആവും. ഓക്കെ, ഇനി ഇൻഫ്ലേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മൾ തൊട്ട് മുന്നത്തെ വർഷം വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയാം, ജസ്റ്റ് നോക്കിക്കോ. ഞാനൊരു 3 ഇയർ എഴുതിയാണ്, 2022, 2023, 2024. എന്തെങ്കിലും ഒരു കമോഡിറ്റി നിങ്ങൾ വിചാരിക്കുക, 2022 അതിന് 10 രൂപയാണ്, 23 അതിന്റെ പ്രൈസ് 15 റുപ്പിയാണ്, 24 അതിന്റെ ഒരു പ്രൈസ് 17 റുപ്പിയാണ്. സോ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, 10 റുപ്പീസ് ഉണ്ടായിരുന്ന സാധനം എത്രയാവുന്നു, 15 ആവുന്നു. 15 എന്ന് പറയുന്ന പ്രൈസ് പിന്നീട് എത്രയായിട്ട് മാറുന്നു, അടുത്ത വർഷം 17 ആയി മാറുന്നു. സോ ഇവിടെ എല്ലാം വിലക്കയറ്റം സംഭവിക്കും. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഇനി ഡിഫ്ലേഷൻ. 2022 10 രൂപ ഉണ്ടായിരുന്ന സാധനം 2023 7 റുപ്പി ആയിട്ട് കുറയുന്നു. 2024 അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 5 റുപ്പി ആയിട്ട് മാറുന്നു. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്, ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻഫ്ലേഷന്റെ നേരെ ഓപ്പോസിറ്റ്, വിലക്കയറ്റത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് പ്രൈസ് കൂടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസ് നമ്മൾ തൊട്ട് മുൻപത്തെ വർഷവുമായി കമ്പയർ ചെയ്യുമ്പോൾ കൂടുന്നതാണ് ഇൻഫ്ലേഷൻ എങ്കിൽ, ഈ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസ് ഡ്രോപ്പ് ആവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഡിഫ്ലേഷൻ? ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഫോളിംഗ് ഓഫ് പ്രൈസ് ആണ്. പ്രൈസ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. വില ഇടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. വില കയറുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, സോ എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, ഇൻഫ്ലേഷൻ വിലക്കയറ്റമാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ സംഭവിക്കുമ്പോൾ എന്താ പറ്റുന്നത്, കറൻസിയുടെ പർച്ചേസിംഗ് പവർ എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ഓഫ് കറൻസിയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളുടെ എണ്ണത്തിനെയാണ് നമ്മൾ പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത്, അത് ഡ്രോപ്പ് ആവും. ഇനി ഡിഫ്ലേഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലേഷന് നേരെ ഓപ്പോസിറ്റ് ആണ്. വില ഇടിയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ഡിസ്ഇൻഫ്ലേഷൻ നോക്കിക്കോ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ വർഷത്തിന് പറയാം, 2022, 2023, 2024 3 വർഷം എടുക്കും. ഓക്കെ, 2022, 23, 24 എന്ന് പറയുന്ന 4 വർഷം എടുക്കും. 2022 ഒരു കമോഡിറ്റിയുടെ പ്രൈസ് 10 രൂപയാണ്, 10 റുപ്പി ആയിരുന്നു. 2023 അതിന്റെ പ്രൈസ് 15 ആയി, ദെൻ അത് കഴിഞ്ഞത് 17 ആയി. ഓക്കെ, സോ ഒരിക്കൽ എന്ത് ചെയ്തു, 2022 അതിന്റെ പ്രൈസ് എത്രയായിരുന്നു, 10 റുപ്പി ആയിരുന്നു. 23 15 ആയി, 24 17 ആയി. നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഇൻഫ്ലേഷൻ തന്നെയാണ് അല്ലെ, വില കൂടുന്നുണ്ട്, വില കയറ്റമാണുള്ളത്. സോ ഇതെന്താണ്, ടെക്നിക്കലി ഇത് ഇൻഫ്ലേഷൻ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒന്ന് നോക്കി, ഇവിടെ 5 രൂപയാണ് കൂടുന്നത്. 2022 നിന്ന് 23 ആ കൊമോഡിറ്റി വരുമ്പോൾ അതിന്റെ എന്ത് ചെയ്തു, പ്രൈസ് എന്ന് പറയുന്നത് 5 റുപ്പീസ് കൂടി. 2023 നിന്ന് 24 പോകുമ്പോൾ ഇവിടെ 2 രൂപയാണ് കൂടുന്നത്. ഓക്കെ, സോ വിലക്കയറ്റമുണ്ടോ, വിലക്കയറ്റമുണ്ട്. ആദ്യം 5 രൂപ കൂടിയ സ്ഥാനത്ത് ഇപ്പം വെറും 2 രൂപയെ കൂടുന്നുള്ളൂ. എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു, റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ,
സോ ഇൻഫ്ലേഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ ഉണ്ടോ? ഇപ്പൊ 2022 10 രൂപയായിരുന്ന സാധനം 23 15 രൂപയാവുന്നു, 24 എത്രയാവുന്നു? 17 രൂപയാവുന്നു. സോ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈസ് ഇങ്ങനെ വർഷാവർഷം കൂടുന്നുണ്ട്. പക്ഷെ ഇവിടെ 5 രൂപ കൂടിയപ്പം അടുത്ത ആ ഒരു ഇയർ എടുക്കുന്ന സമയത്ത് എത്ര മാത്രമേ കൂടിയിട്ടുള്ളൂ? 2 രൂപ മാത്രമേ കൂടിയിട്ടുള്ളൂ. അപ്പം ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന അവിടെ ഉണ്ട്. പക്ഷേ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ത് ചെയ്യുന്നു? കുറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെ കാണുന്നത്. ആദ്യം 5 ആയിരുന്നു, പിന്നെ എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിസ്ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്ന. ഓക്കെ, അപ്പൊ ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻഫ്ലേഷന്റെ റിഡക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ബട്ട് അവിടെ ഇൻഫ്ലേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഒരിക്കലും നമുക്ക് 0 വരുമ്പോഴോ അല്ലെങ്കിൽ നെഗറ്റീവ് വരുമ്പോഴോ നമുക്ക് അതിന് എന്താണെന്ന് പറയാൻ പറ്റൂല, ഡിസ്ഇൻഫ്ലേഷൻ ആണ് എന്ന് പറയാൻ പറ്റൂല. ഓക്കെ, അപ്പൊ ഈ ഒരു റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ഒരിക്കലും 0യും നെഗറ്റീവ് ആവൂല. പക്ഷെ എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അതാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇൻഫ്ലേഷൻ പറഞ്ഞു, ഇൻഫ്ലേഷൻ വില കയറ്റമാണ്. പിന്നെ എന്ത് പറഞ്ഞു? ഡിഫ്ലേഷൻ പറഞ്ഞു. ഡിഫ്ലേഷൻ എന്താണ്? വില ഇടിയുന്നതിനുണ്ട് ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ. ഡിസ്ഇൻഫ്ലേഷന്റെ പ്രത്യേകത എന്താണ്? ഇൻഫ്ലേഷൻ എന്ത് ചെയ്യുന്നു? റേറ്റിൽ റിഡക്ഷൻ സംഭവിക്കുന്നു. സോ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നതുണ്ട്, പക്ഷെ ഇൻഫ്ലേഷന്റെ റേറ്റിന് എന്ത് ചെയ്യുന്നു? ഒരു ചെറിയ റിഡക്ഷൻ സംഭവിക്കുന്നു. ബട്ട് സ്റ്റിൽ അത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ഇൻഫ്ലേഷൻ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഫ്ലേഷൻ ടാക്സ് നമ്മൾ ഈ കർവ് പഠിച്ചിരുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷനും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇൻഫ്ലേഷൻ ആണ്. ഓക്കെ, അതായത് ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ നാട്ടിൽ ജോലി ഇല്ലാത്ത ആൾക്കാരാണ് വളരെ കൂടുതലെന്ന് നിങ്ങൾ വിചാരിക്കാം. ആൾക്കാർക്ക് ജോലി ഇല്ല എങ്കിൽ പൈസ സ്പെൻഡ് ചെയ്യാൻ കാണത്തില്ല. അവർ എക്കോണമിയിൽ പൈസ സ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, പക്ഷേ എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലെങ്കിൽ ഉറപ്പായും സൊസൈറ്റിയിലെ ഇൻഫ്ലേഷൻ റേറ്റ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ABC എന്ന് പറയുന്ന 3 ആൾക്കാരുണ്ട്. ഓക്കെ, ഇവര് ഒരു ഷോപ്പ് കീപ്പറിന്റെ അടുത്ത് പോയിട്ട് ഇവര് എല്ലാവരും ചപ്പാത്തി വാങ്ങിക്കും. ഓരോ ചപ്പാത്തി വെച്ച് വാങ്ങിക്കും. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഇവര് ഒരു ഷോപ്പ് കീപ്പറിന്റെ അടുത്ത് പോയിട്ട് ഇവർ ഓരോ ചപ്പാത്തി വെച്ച് വാങ്ങിക്കും. അപ്പൊ ഈ ഷോപ്പ് കീപ്പർ വാങ്ങിക്കുന്നത് 5 റുപ്പി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു ചപ്പാത്തിക്ക് പുള്ളി വാങ്ങിക്കുന്നത്. അപ്പൊ ഇയാളുടെ ഒരു ദിവസത്തെ ഇൻകം എന്ന് പറയുന്നത് എയുടെ 6 ആണ്, ബിയുടെ 6 ആണ്, സിയുടെതും 6 ആണ്. 6 രൂപ വെച്ച് എന്ത് ചെയ്യുന്നു? ഇവർക്ക് 3 പേർക്കും കിട്ടും. അല്ലെങ്കിൽ പോട്ടെ, ബിക്ക് ജോലി ഇല്ല നിങ്ങൾ വിചാരിച്ചോ. സോ ബി വേണ്ട, ഏറ്റവും അടുത്ത് നടക്കുന്ന സിക്ക് ജോലിയില്ല. സോ എയും ബിയും സിയും അങ്ങനെ 2 പേര് ജോലിക്ക് പോകുന്നുണ്ട്. അവർക്ക് ഒരു മാസം എത്ര രൂപ വെച്ച് കിട്ടുന്നുണ്ട്? 6 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, സി എന്ന് പറയുന്ന ആൾക്ക് ഈ പറയുന്നത് പോലെ എന്തില്ല? ജോലിയില്ല. ചപ്പാത്തി എന്ന് പറഞ്ഞാൽ അയാൾ ഒരു ദിവസം ഷോപ്പ് കീപ്പർ ഒരു 3 ചപ്പാത്തി കടയിൽ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ 3 ചപ്പാത്തി 5 രൂപയ്ക്ക്, ഒരു ചപ്പാത്തി 5 രൂപയ്ക്ക് എന്ത് ചെയ്യണം? ഈ ഷോപ്പ് കീപ്പർ വിൽക്കുന്നുണ്ട്. എക്കും ബിക്കും സാലറി ഉണ്ട്. സി എന്ന് പറയുന്ന ആൾ അൺഎംപ്ലോയിഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല? അയാൾ ചപ്പാത്തി വാങ്ങിക്കാനുള്ള കാശൊന്നുമില്ല. ഒരു ചപ്പാത്തിയുടെ പ്രൈസ് 5 രൂപയല്ലേ? അപ്പൊ എക്ക് ഒരെണ്ണം കിട്ടും, ബിക്ക് ഒരെണ്ണം കിട്ടും, സിയുടെ വാങ്ങിക്കാൻ കാശൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പം ഈ സിക്ക് ഒരു ജോലി കിട്ടി. 6 രൂപയാണ് അയാളുടെ ശമ്പളം. ഇവരുടെ കൂടെ തന്നെ ജോലി കയറി. ഇപ്പൊ എന്ത് പറ്റും? എ വന്നൊരു ചപ്പാത്തി വാങ്ങിക്കും. 3 ചപ്പാത്തി ഉണ്ടല്ലോ. എ വന്ന് ഒരെണ്ണം വാങ്ങിക്കും, ബി വന്ന് ഒരെണ്ണം വാങ്ങിക്കും, സി വന്ന് ഒരെണ്ണം വാങ്ങിക്കും. എന്തുകൊണ്ടാ? ഒരു ചപ്പാത്തിക്ക് 5 രൂപ, ഇവരുടെ കയ്യിൽ കിട്ടുന്ന 6 രൂപയാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നോക്കിയപ്പോൾ ഈ എയും ബിയും സിയും ഇവർ 3 പേർക്കും നോക്കുന്ന സമയത്ത് എയുടെ ശമ്പളം 10 രൂപയായി, ബിയുടെ ശമ്പളവും 10 രൂപയായി, സിയുടെ ശമ്പളവും 10 രൂപയായി. സെയിം ഷോപ്പ് കീപ്പർ അവിടെ ഉണ്ട്. ഇയാൾ എന്ത് ചെയ്യണ്? ഒരു ചപ്പാത്തി 5 രൂപ എന്ന് പറയുന്ന പ്രൈസിൽ വിറ്റോണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ അയാൾ ടോട്ടൽ എത്ര ചപ്പാത്തി ഉണ്ടാക്കും? 3 ചപ്പാത്തി അയാൾ ടോട്ടലി ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ എന്ത് പറ്റി? ഒരു ചപ്പാത്തിയുടെ പ്രൈസ് 5 രൂപയാണ്. എക്കും ബിക്കും സിക്കും നേരത്തെ ഉള്ളതിനേക്കാളും ശമ്പളം കൂടി എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ കൂടുതൽ വരുമാനം വന്നു. സോ എ വന്നിട്ട് ഒരു ചപ്പാത്തി 5 രൂപയിലേ ഉള്ളൂ. അപ്പൊ എക്ക് 10 രൂപ കിട്ടുന്നത് കൊണ്ട് എ വന്നിട്ട് എന്ത് ചെയ്തു? 2 ചപ്പാത്തി വാങ്ങിച്ചു. ബി വന്നിട്ട് എന്ത് ചെയ്തു? ഒരു ചപ്പാത്തി വാങ്ങിച്ചു. സോ 3 ചപ്പാത്തിയും കടക്കാരൻ വിറ്റു. സി ചപ്പാത്തി വാങ്ങിക്കാൻ പോകുമ്പോൾ കടക്കാരൻ പറയും, എടാ ഓൾറെഡി എയും ബിയും വന്ന് വാങ്ങിച്ചോണ്ട് പോയി, ഇനി ചപ്പാത്തി ഒന്നും ഇല്ല എന്ന് പറയും. ഓക്കെ,
സോ സി പറയും, ചേട്ടാ അതെന്തോ ചേട്ടാ, ഞാൻ ഇപ്പോഴും എന്നും വന്ന് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ചപ്പാത്തിയൊക്കെ വാങ്ങിക്കുന്നതല്ലേ, അപ്പൊ ചേട്ടാ ഇങ്ങനെ ചെയ്ത് ശരിയാണോ, എൻ്റെ അടുത്തൊട്ട് സ്നേഹമില്ല എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഷോപ്പ് കീപ്പർ വിചാരിക്കും പാവം സിക്ക് വിഷമമായല്ലോ. അപ്പൊ സിക്ക് വിഷമമായതുകൊണ്ട് ഷോപ്പ് കീപ്പർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ചപ്പാത്തിയുടെ പ്രൈസ് അങ്ങ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ചപ്പാത്തിയുടെ പ്രൈസ് അങ്ങ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഈ 5 രൂപയ്ക്ക് ഇനി വിൽക്കൂല, പകരം ഒരു ചപ്പാത്തി വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ 6 രൂപ തരണമെന്ന് പറയും. ഓക്കെ, ഒരു ചപ്പാത്തി വാങ്ങിക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു, 6 രൂപ തരാൻ പറഞ്ഞു. അപ്പൊ ഇതനുസരിച്ച് നേരത്തെ 2 എണ്ണം വാങ്ങിച്ചേക്ക് ഇനി 2 എണ്ണം വാങ്ങിക്കാൻ പറ്റില്ല, കാരണം 2 എണ്ണം വാങ്ങിക്കണമെങ്കിൽ 12 രൂപയാണ് അല്ലെ. ഇവിടെ അയാൾക്ക് 10 രൂപയിലേക്ക് കിട്ടുന്നത്. സോ അയാൾ എന്ത് ചെയ്തു, ഒരെണ്ണം വാങ്ങിച്ചു, ബിയും ഒരെണ്ണം വാങ്ങിച്ചു, സിയും ഒരെണ്ണം വാങ്ങിച്ചു. അപ്പൊ ഇവിടെ ഷോപ്പ് കീപ്പർ എന്തുകൊണ്ടാണ് പ്രൈസ് കൂട്ടിയത്? ഇവരുടെ സാലറി കൂടിയതുകൊണ്ടാണ് അല്ലെ. ഇവർക്ക് കിട്ടുന്ന വരുമാനം കൂടിയതുകൊണ്ടാണ് ഷോപ്പ് കീപ്പർ ആ സാധനത്തിന്റെ പ്രൈസ് കൂട്ടിയ. 5 രൂപയുടെ ചപ്പാത്തിക്ക് 6 രൂപയാവുന്നതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫ്ലേഷന്റെ കാരണം ആരാ? ഈ 3 പേരെയും വരുമാനം കൂടിയതാണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ നാട്ടില് ആൾക്കാർക്ക് എല്ലാവർക്കും ജോലി ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. ഒരു സൊസൈറ്റിക്കകത്ത് ജീവിക്കുന്ന എല്ലാവർക്കും നല്ല ജോലിയുണ്ട്, അവർക്കെല്ലാം നല്ല സാലറി കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായും അവരുടെ ഒരു പർച്ചേസിങ് പവർ എന്ന് പറഞ്ഞാൽ കൂടും. അപ്പൊ ഈ പർച്ചേസിങ് പവർ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്ത് ക്രിയേറ്റ് ചെയ്യും, ഒരു ഹ്യൂജ് ഇൻഫ്ലേഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അത് തടയണം. അതിനു വേണ്ടി കൊണ്ടുവരുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, ഇൻഫ്ലേഷൻ ടാക്സ് എന്ന് പറയുന്നത്. അതായത് ഈ പ്രൈസ് റൈസ് ആവുന്നു, വേജസ് കൂടുന്നു എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഇവര് ഈ വേജസിന് മേലൊരു ടാക്സ് കൊണ്ടുവരും, ഇൻഫ്ലേഷൻ വരാതിരിക്കാൻ വേണ്ടി. കാരണം കയ്യിൽ കിട്ടുന്ന പൈസ കൂടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചപ്പാത്തിയുടെ പ്രൈസ് കൂടുന്നതിന് കാരണം എയ്ക്കും ബിക്കും സിക്കും ആ 3 പേരുടെയും ശമ്പളം കൂടിയതാണ്. അപ്പൊ അവരുടെ കയ്യിൽ വരുന്ന വരുമാനം കൂടുന്നു. ഈ വരുമാനം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഇതിന് മേൽ എന്ത് ചെയ്യും, ഒരു ടാക്സ് കൊണ്ടുവരും. അപ്പൊ ഇവര് കിട്ടുന്ന ആ വരുമാനത്തിന് ഒരു വിഹിതം ഗവൺമെന്റ് ടാക്സ് ആയിട്ട് കൊടുക്കണം. സോ അവർക്ക് കിട്ടിയ ഒരു വരുമാനം അവരുടെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ അവരുടെ പർച്ചേസിങ് പവർ വീണ്ടും കുറയും. ഓക്കെ, അപ്പൊ അങ്ങനെ പർച്ചേസിങ് പവർ കുറയ്ക്കാൻ വേണ്ടി, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു ടാക്സ് ആണ് എന്തെന്ന് പറയുന്നത്, ഇൻഫ്ലേഷൻ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഡൗട്ട് ഉണ്ടോ? ഇനി അടുത്തത് റിഫ്ലേഷൻ എന്താണെന്നുള്ളത് നോക്കിക്കോടാ. നമ്മുടെ ഇൻഫ്ലേഷനെ പോലെ തന്നെ ഭയങ്കര ഡേഞ്ചർ ആണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. കാരണം ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റൂ. ഓക്കെ, ഇപ്പോൾ ഒരു എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരണമെങ്കിൽ ഉറപ്പായിട്ടും ഇൻഫ്ലേഷൻ വേണം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ആൾക്കാരൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടുണ്ടായിരിക്കും, ഈ 10 വർഷത്തിന് മുന്നേ ഉള്ള ഒരു സാധനത്തിന് വില ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അതിന്റെ വില ഇത്രയും കൂടി എന്നൊക്കെ ആൾക്കാർ എപ്പോഴും കമ്പയർ ചെയ്തൊക്കെ പറയും ഇല്ലേ. അല്ലെ ചില ആൾക്കാരൊക്കെ പറയും, എൻ്റെ കാലത്ത് ചില നമ്മുടെ പ്രായമായ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും, എൻ്റെ കാലത്ത് ഈ സാധനത്തിന് ഇത്ര രൂപയേ ഉള്ളൂ എന്നൊക്കെ പറയും. എൻ്റെ കാലത്ത് അരിക്ക് ചിലപ്പോൾ 2 രൂപയേ ഉള്ളൂ, അല്ലെങ്കിൽ 10 രൂപയേ ഉള്ളൂ എന്നൊക്കെ പറയും. അപ്പൊ ആ സമയത്ത് അവരുടെ ശമ്പളം കൂടി നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം. ഓക്കെ, അവര് പറയുന്നത് എന്താ, സാധനത്തിന്റെ വില കൂടിയതാ പറയുന്നത്. അന്ന് അവർക്ക് കിട്ടിയ ശമ്പളമാണോ ഇന്ന് ഓരോ ആൾക്കാർക്ക് കിട്ടുന്നത്? അപ്പൊ നമ്മുടെ കിട്ടുന്ന സാലറി കൂടി, ആൾക്കാർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന സാലറി കൂടുന്നു. സാലറി കൂടുമ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ കയ്യിൽ കൂടുതൽ പൈസ വരുന്നു. സോ നമ്മൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, സ്പെൻഡ് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഒരു 10 വർഷത്തെ ഗ്യാപ്പ് എടുത്തേ, 2014ലും 2024ലും ഉള്ള ആൾക്കാരെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയേ, ഒരുപാട് വ്യത്യാസം വന്നിട്ടില്ല. ലൈഫ് ഒരുപാട് ഇമ്പ്രൂവ് ആയില്ല ആൾക്കാരുടെ. 2014 കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഹെൽത്ത് ഫെസിലിറ്റി നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരാൾ നിങ്ങൾ നോക്കിയാൽ 2014 കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് 2024 കഴിക്കുന്നുണ്ട്. സോ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്നതും കാലാകാലങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ എന്തിൽ മാത്രമേ ഫോക്കസ് ചെയ്തോളൂ, ഇൻഫ്ലേഷൻ വന്നു എന്ന് പറയും. പക്ഷേ ഇൻഫ്ലേഷൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു മോശം കാര്യമല്ല. പക്ഷെ അത് ഹൈ ഇൻഫ്ലേഷൻ ആകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ഇൻഫ്ലേഷനിലേക്ക് പോകുമ്പോഴോ ഹൈപ്പർ ഇൻഫ്ലേഷനിലൊക്കെ പോകുമ്പോഴോ ആണ് നമ്മൾ അതിന് എന്തെന്ന് പറയുന്നത് ഒരു മോശം കാര്യമായിട്ട് പറയുന്നത്. ഓക്കെ, സോ എപ്പോഴും ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന് അപ്പുറത്തേക്കാണ് ഇൻഫ്ലേഷൻ പോകുന്നതെങ്കിൽ പിന്നെ ഒരു എക്കണോമിക് റിസഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പം എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ ഒരു ഗ്രോത്തിന് ഇൻഫ്ലേഷൻ വളരെ അത്യാവശ്യവും. ഡിഫ്ലേഷൻ അങ്ങനെയല്ല. ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ ലെവൽ ഓഫ് പ്രൈസ് ഡ്രോപ്പ് ആവുന്നതാണ്. അപ്പൊ ഇങ്ങനെ പ്രൈസ് ഡ്രോപ്പ് ആവുന്ന ഒരിക്കലും ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഒരു എക്കോണമിക്ക് നല്ലതല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഡെലിബറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഈ ഇൻഫ്ലേഷന്റെ മാർക്കറ്റ് ഇൻഡ്യൂസ് ചെയ്യും. സോ ഒരു സൊസൈറ്റി എന്ന് പറയുന്ന എന്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു എക്കോണമി എന്ന് പറയുന്ന ഡിഫ്ലേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഡിഫ്ലേഷൻ ഇല്ലാതെയാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഗവൺമെന്റ് ഡെലിബറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഇൻഫ്ലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ റിഫ്ലേഷൻ ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ള എന്താ, deliberately brought by government
to reduce unemployment, increase demand by going for higher level of economic growth. So എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് കൂട്ടുന്നു, അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കുന്നു, അങ്ങനെ എന്ത് ചെയ്യുന്നു, ഡിഫ്ലേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സൊസൈറ്റി തിരിച്ചെന്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, വീണ്ടും ഒരു ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് നമ്മുടെ ഗവൺമെന്റ് മനഃപൂർവ്വം എടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, റിഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി. ഒന്നാമത് നമ്മൾ ഇൻഫ്ലേഷൻ എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, വിലക്കയറ്റമാണ് എന്ത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, ഡിഫ്ലേഷൻ എന്ന് വെച്ചാൽ വില ഇടിയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. ഡിസ്ഇൻഫ്ലേഷൻ, വിലക്കയറ്റമുണ്ട്, ഇൻഫ്ലേഷൻ ഉണ്ട്, പക്ഷെ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെഡ്യൂസ് ആവുന്നതിനെയാണ് നമ്മൾ ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ ടാക്സ് എന്താണ്, ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ വരുമാനമൊക്കെ കൂടുന്ന സമയത്ത് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ടാക്സ് ആണ് ഇതെന്ന് പറയുന്ന ഇൻഫ്ലേഷൻ ടാക്സ് എന്ന് പറയുന്നത്. റിഫ്ലേഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഡെലിബറേറ്റ് ആയിട്ട് കൊണ്ടുവരുന്നതാണ്. അടുത്ത സ്ക്യൂഫ്ലേഷൻ. സ്ക്യൂഫ്ലേഷൻ എന്ന് വെച്ചാൽ എക്കോണമിയിൽ ഈ ഇൻഫ്ലേഷൻ സ്ക്യൂനെസ് കാണിക്കും. എന്ന് വെച്ചാൽ എല്ലാ സെക്ടറുകളിലും ഇൻഫ്ലേഷൻ കാണില്ല. ചില സെക്ടറുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില സെക്ടേഴ്സിൽ എന്തുണ്ടായിരിക്കും, ഇൻഫ്ലേഷൻ ഉണ്ടായിരിക്കും, പക്ഷെ മറ്റു ചില സെക്ടേഴ്സിൽ ഡിഫ്ലേഷൻ ആയിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്, സ്ക്യൂഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ ടെക്നിക്കലി നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു 4-5 സെക്ടർ ഉണ്ട്, അപ്പൊ അതിൽ 2-3 സെക്ടർ ഇൻഫ്ലേഷൻ കാണിക്കുന്നു, ബാക്കി സെക്ടർ എന്ത് കാണിക്കുന്നു, ഡിഫ്ലേഷൻ കാണിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ക്യൂഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലൊരു സാധനം, ഇതുപോലൊരു സിമിലർ സാധനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല, ഡച്ച് ഡിസീസ്. എന്താ ഡച്ച് ഡിസീസ് എന്ന് പറയുന്നത്? ഒരു സെക്ടറിന് ഗ്രോത്ത് ഉണ്ടാവുന്ന സമയങ്ങളിൽ മറ്റൊരു സെക്ടർ താഴേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഡച്ച് ഡിസീസ് എന്ന് പറയുന്നത്. സ്ക്യൂഫ്ലേഷൻ എന്താ, ചില സെക്ടേഴ്സിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവുന്ന സമയത്ത് മറ്റു ചില സെക്ടേഴ്സിൽ എന്തുണ്ടാവുന്നു, ഡിഫ്ലേഷൻ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ക്യൂഫ്ലേഷൻ എന്ന് പറയുന്നത്. ദെൻ സ്റ്റാഗ്ഫ്ലേഷൻ. ഓക്കെ, ഇതൊരു സ്റ്റാഗ്നന്റ് അവസ്ഥയാണ്. സ്റ്റാഗ്നന്റ് മീൻസ് മുരടിക്കുന്ന ഒരു അവസ്ഥ. നിങ്ങൾ നോക്കി, നോർമലി ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു എക്കോണമിയിൽ 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, അൺഎംപ്ലോയ്മെന്റ് കൂടാൻ പാടില്ല. ഓക്കെ, അൺഎംപ്ലോയ്മെന്റ് ഒരു കാരണവശാലും കൂടാൻ പാടില്ല. രണ്ടാമത്തെ എന്താ, ഇൻഫ്ലേഷനും കൂടാൻ പാടില്ല. ഇൻഫ്ലേഷൻ ലിമിറ്റിനകത്ത് നിൽക്കണം. ഇപ്പൊ 2 കാര്യങ്ങൾ, അൺഎംപ്ലോയ്മെന്റ് കൂടാനും പാടില്ല, ഇൻഫ്ലേഷൻ കൂടാനും പാടില്ല. എന്ത് ചെയ്യണം, ഇതൊരു ലിമിറ്റിനകത്ത് നിൽക്കണം. പക്ഷേ നമ്മുടെ രാജ്യത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ രാജ്യത്തല്ല കേട്ടോ, നമ്മുടെ രാജ്യത്ത് ഈ പ്രശ്നം ഇല്ല. നിങ്ങൾ ചില രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അവിടെ അൺഎംപ്ലോയ്മെന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും, ഇൻഫ്ലേഷനും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഈ 2 കാര്യങ്ങൾ ഒരിക്കലും വരാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞ 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്, അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷനും. എടാ, അൺഎംപ്ലോയ്മെന്റ് ആവുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ആ പൈസ ഇല്ലാത്ത ഞാൻ എവിടുന്നേലും കടം വാങ്ങിച്ച് സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ സാധനത്തിന് ഒടുക്കത്തെ വില, അതാണ് സ്റ്റാഗ്ഫ്ലേഷൻ. ഈ ഒരു കണ്ടീഷനിലേക്ക് പോകുമ്പോൾ അൺഎംപ്ലോയ്മെന്റും അതുപോലെ തന്നെ ഇൻഫ്ലേഷനിലേക്കും പോകുന്ന സമയത്ത് നമ്മുടെ എക്കോണമി എന്ന് പറയുന്നത് ഒരു സ്റ്റാഗ്നന്റ് അവസ്ഥയിൽ വരും, മുരടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ വരും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു എക്കോണമിയിൽ അൺഎംപ്ലോയ്മെന്റിന്റെ റേറ്റും ഇൻഫ്ലേഷന്റെ റേറ്റ് എന്ന് പറയുന്നതും ഹയർ ലെവലിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്, ഒരു എക്കോണമിയിൽ എന്തൊക്കെ കൂടുന്നു, അൺഎംപ്ലോയ്മെന്റിന്റെ റേറ്റും ഇൻഫ്ലേഷന്റെ റേറ്റും കൂടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ ഒരു എക്കോണമി ഒരു സ്റ്റാഗ്നേറ്റഡ് ആയിട്ടുള്ള ഫേസിൽ നിൽക്കും. സ്ക്യൂഫ്ലേഷൻ എന്താ, ഇൻഫ്ലേഷനകത്ത് സ്ക്യൂനെസ് എന്ന് വെച്ചാൽ ചില സെക്ടറുകളിൽ നിങ്ങൾക്ക് ഇൻഫ്ലേഷൻ കാണാൻ പറ്റും, മറ്റു ചില സെക്ടറുകളിൽ നിങ്ങൾ ഡിഫ്ലേഷൻ ആയിരിക്കും കാണുന്നത്. ഓക്കെ അല്ലേ? സോ ഇത്രയാണ് നമ്മുടെ ഇൻഫ്ലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രൈസ് ഇൻഡെക്സുകളാണ്. ഓക്കെ, പ്രൈസ് ഇൻഡെക്സ് ഞാനിവിടെ പറഞ്ഞതിന് മുമ്പ് ഒരു സംഭവം, ഓക്കെ, നിങ്ങളിവിടെ ഒരു കാര്യം ജസ്റ്റ് ഞാൻ പറഞ്ഞൊരു കാര്യം ആലോചിക്കും. ഒരു ഹൗസ് ഹോൾഡ്, ഇതൊരു വീടാണ്, കാണാൻ ലുക്കില്ലെങ്കിലും ഉദ്ദേശിച്ച വീട് തന്നെ. ഒരു ഹൗസ് ഹോൾഡിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് ഒരു സാധനം എത്തുന്നതിന് മുന്നേ 2 പേര് ഈ സാധനം ഹാൻഡിൽ ചെയ്യാറുണ്ട്. ഒരാളെ നമ്മൾ വിളിക്കുന്നത് ഒരു ഹോൾസെയിലർ എന്നാണ്, രണ്ടാമത്തെ ആളാണ് റീറ്റെയിലർ. ഓക്കെ, സോ ഹോൾസെയിലറും റീറ്റെയിലറും ഇവർ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് ഹോൾസെയിലറിന്റെ കയ്യിലേക്ക് പോകുന്നു, ഹോൾസെയിലർ എന്ത് ചെയ്യുന്നു, റീറ്റെയിലറിന്റെ കയ്യിലേക്ക് എത്തിക്കുന്നു. റീറ്റെയിലറിന്റെ കയ്യിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു കുട്ടി, ഉണ്ണിക്കുട്ടൻ നിങ്ങൾ വിചാരിച്ചോ, ഈ ഉണ്ണിക്കുട്ടൻ എന്ത് ചെയ്യുന്നു, സാധനം വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകും. ഓക്കെ, അപ്പോൾ ഉണ്ണിക്കുട്ടനാണ് കൺസ്യൂമർ. കൺസ്യൂമറിന്റെ അടുത്തേക്ക് പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഒരു കമോഡിറ്റി വരെയാണ്. അപ്പോൾ എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ യൂണിറ്റിൽ അവർ പ്രൊഡ്യൂസ് ചെയ്ത് വയ്ക്കും,
ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഒരു ഹോൾസെയിലേഴ്സ് എന്ന് വിളിക്കും. അവർ വന്ന് എന്ത് ചെയ്യും, ബൾക്കായിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് സാധനം എടുത്തിട്ട് നമ്മുടെ വീടിനടുത്തുള്ള ലോക്കൽ സ്റ്റോറുകളിൽ എത്തിക്കും. അവിടെ നിന്നാണ് ഉണ്ണിക്കുട്ടൻ എന്ത് ചെയ്യുന്നത്, ഈ സാധനം വയ്ക്കുന്നത്. സോ ഉണ്ണിക്കുട്ടൻ ബേസിക്കലി ആരാണ്, ഒരു കൺസ്യൂമറാണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന സ്ഥലങ്ങളിൽ, ഈ പറയുന്ന പ്രൊഡക്ഷൻ യൂണിറ്റിലോ ഹോൾസെയിലറിന്റെ കയ്യിലോ റീറ്റെയിലറിന്റെ കയ്യിലോ ഒക്കെ എത്തുന്ന സമയത്ത് ഈ സാധനങ്ങളുടെ പ്രൈസിന് ചേഞ്ച് ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ 100 രൂപയ്ക്ക് പ്രൊഡക്ഷൻ യൂണിറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനം ഒരിക്കലും ഒരു കൺസ്യൂമർ 100 രൂപയ്ക്ക് ആയിരിക്കില്ല വാങ്ങിക്കുന്നത്. അയാൾ കുറച്ച് കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും. ഹോൾസെയിലറിന്റെ ലാഭവും റീറ്റെയിലറിന്റെ ലാഭവും ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടുന്നത്, ഈ കൺസ്യൂമറിന്റെ കയ്യിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, സോ അതിൽ നമ്മൾ ആദ്യം പറഞ്ഞൊരു സാധനമാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് റീറ്റെയിലറിന്റെ കയ്യിലേക്ക് ഒരു സാധനം എത്തുന്നതിന് മുന്നേ പ്രൈസിനുണ്ടാവുന്ന ചേഞ്ച് ആണ് എന്തെന്ന് പറയുന്നത്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. എന്താണ്, റീറ്റെയിലറിന്റെ കയ്യിൽ ഒരു സാധനം, ഒരു കമോഡിറ്റി അല്ലെങ്കിൽ സർവീസ് എന്തോ ആയിക്കോട്ടെ, ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, അത് എത്തുന്നതിന് മുന്നേ ഒരു എന്താണ് പ്രൈസിനുണ്ടാവുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിന്റെ ഏറ്റവും വലിയൊരു ഡിഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഹോൾസെയിൽ പ്രൈസിനെ പറ്റിയാണ് പറയുന്നത്. ഉണ്ണിക്കുട്ടൻ ഒരിക്കലും ഹോൾസെയിൽ പ്രൈസ് കൊടുത്തല്ല സാധനം വാങ്ങിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ റീറ്റെയിൽ പ്രൈസ് കൊടുത്താണ് സാധനം വാങ്ങിക്കുന്നത് അല്ലേ. സോ റീറ്റെയിലറിന്റെ കയ്യിലേക്ക് ഒരു സാധനം എത്തുന്നതിന് മുന്നേ ഒരു കൊമോഡിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു പ്രൈസ് ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്? ഇൻഡെക്സ് ദാറ്റ് മെഷേഴ്സ് ആൻഡ് ട്രാക്സ് ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ഇൻ ദ സ്റ്റേജസ് ബിഫോർ റീറ്റെയിൽ ലെവൽ. റീറ്റെയിൽ ലെവലിൽ എത്തുന്നതിന് മുന്നേ, അതായത് ഹോൾസെയിൽ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ച് ട്രാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഈ ഇൻഡെക്സിന്റെ ഡേറ്റ ആരാണ് പുറത്തു വിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കണോമിക് അഡ്വൈസർ ആണ്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ. ഓക്കെ, അപ്പൊ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ എക്കണോമിക് അഡ്വൈസർ ആണ് എന്ത് പുറത്തു വിടുന്നത്, എന്ത് ഡേറ്റ പുറത്തു വിടുന്നത്, ഈ ഒരു ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, അല്ലെങ്കിൽ നമ്മൾ സിംപ്ലി WPI എന്ന് പറയും. ഈ WPI ഡേറ്റ ആരാണ് പുറത്തുവിടുന്നതെന്ന് വെച്ചാൽ എക്കണോമിക് അഡ്വൈസർ ആണ് പുറത്തുവിടുന്നത്. ഓക്കെ, എക്കണോമിക് അഡ്വൈസർ ഏത് മിനിസ്ട്രിയുടെയാണ്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ എക്കണോമിക് അഡ്വൈസർ ആണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് പുറത്തുവിടുന്നത്. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കുക, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഈ WPIയുടെ ബേസ് ഇയർ ഏതാണ്? അത് 2011-12 ആണ് കേട്ടോ. തൊട്ടടുത്ത വർഷം ഒന്ന് എഴുതി വെക്കരുത്. ഓക്കെ, ഇപ്പൊ നമ്മളോട് എക്സാമിന് ചോദിക്കും 2024 ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിന്റെ ബേസ് ഇയർ ഏതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ, തൊട്ട് മുമ്പത്തെ വർഷം 23, അങ്ങനെ വിചാരിക്കരുത്. 2011-12 ആണ് എന്തെന്ന് പറയുന്നത്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിന്റെ എന്തെന്ന് പറയുന്നത്, ബേസ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിന്റെ ബേസ് ഇയർ എത്രയാണ്, 2011-12 ആണ് എന്തെന്ന് പറയുന്നത്. ഇതിന്റെ ബേസ് ഇയർ എന്ന് പറയുന്ന ഡേറ്റ് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത് വെച്ചാൽ, ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിലെ എക്കണോമിക് അഡ്വൈസർ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡേറ്റ പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ദെൻ രണ്ടാമത്തത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, CPI എന്ന് പറയും. ഓക്കെ, CPI എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൺസ്യൂമർ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഉണ്ണിക്കുട്ടൻ ഞാൻ മാറ്റണം. ഈ ഉണ്ണിക്കുട്ടൻ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഉണ്ണിക്കുട്ടൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രൈസ് ചേഞ്ച്, അതായത് കൺസ്യൂമർ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രൈസ് ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ അയാൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റുകളെ നമ്മൾ ബാസ്ക്കറ്റ് എന്ന് പറയും. ഓക്കെ, അതായത് ഇപ്പൊ നമ്മളൊരു TV വാങ്ങിക്കുമ്പോഴോ ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോഴോ അങ്ങനെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ കമ്പാരിറ്റീവ്ലി പ്രൈസ് എത്ര ചേഞ്ച് ആയി എന്ന് നമ്മൾ പറയത്തില്ലേ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റ് ബാസ്ക്കറ്റിൽ ഒരു കമോഡിറ്റിക്ക് ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പം കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്താണ്, ചേഞ്ച് ഇൻ പ്രൈസ് ലെവൽ ഓഫ് മാർക്കറ്റ് ബാസ്ക്കറ്റ്. മാർക്കറ്റ് ബാസ്ക്കറ്റ് മീൻസ് നമ്മൾ വാങ്ങിക്കുന്ന കൊമോഡിറ്റീസിനെയാണ് എന്തെന്ന് പറയുന്നത്, മാർക്കറ്റ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പ്രൈസിലുണ്ടാവുന്ന ചേഞ്ച്, അത് നമ്മൾ കൊമോഡിറ്റി വാങ്ങിക്കുന്ന സമയത്ത് ആ കൊമോഡിറ്റിയുടെ പ്രൈസിലുണ്ടാവുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ എക്കണോമിക് അഡ്വൈസർ ആണ് പുറത്തുവിടുന്നതെങ്കിൽ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ലേബർ ബ്യൂറോ ആണ് എന്ത് ചെയ്യുന്നത്, പുറത്തുവിടുന്നത്. മിനിസ്ട്രി ഓഫ് ലേബറിന്റെ ലേബർ ബ്യൂറോ ആണ് എന്ത് പുറത്തുവിടുന്നത്, ഈ ഒരു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ പുറത്തുവിടുന്ന. ഓക്കെ, സോ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആരാണ് പുറത്തുവിടുന്നതെന്ന് ചോദിച്ചാൽ ആരാ പുറത്തുവിടുന്നത്, അത് നമ്മുടെ രാജ്യത്തെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിന്റെ എക്കണോമിക് അഡ്വൈസർ ആണ്. പക്ഷേ CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ ഡേറ്റ ആരാണ് പുറത്തുവിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, CPI ഡേറ്റ പുറത്തുവിടുന്നത് നമ്മുടെ രാജ്യത്തെ ലേബർ ബ്യൂറോ ആണ്. മിനിസ്ട്രി ഓഫ് ലേബറിന്റെ കീഴിലുള്ള ലേബർ ബ്യൂറോ ആണ് എന്ത് പുറത്തുവിടുന്നത്,
കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ പുറത്തുവിടുന്ന. ഇതിന്റെയും ബേസ് ഇയർ ചോദിച്ചാൽ 2011-12 തന്നെയാണ്. ഓക്കെ, അപ്പോൾ WPIയുടെയോ CPIയുടെയോ ബേസ് ഇയർ ചോദിച്ചാൽ എത്രയാണ്? 2011-12 ആണ് എന്തെന്ന് പറയുന്നത് ബേസ് ഇയർ എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പോളിസി മേക്കിങ്ങിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെയാണ് നമ്മൾ പോളിസി മേക്കിങ്ങിന് വേണ്ടി എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ പോളിസി മേക്കിങ്ങിന് നമ്മൾ ഏത് ഡേറ്റയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത് ചോദിച്ചാൽ ആരാ പബ്ലിഷ് ചെയ്യുന്നത്? അത് മിനിസ്ട്രി ഓഫ് ലേബറിന്റെ കീഴിലുള്ള ലേബർ ബ്യൂറോ ആണ്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിന്റെ ഡേറ്റ് ആര് പബ്ലിഷ് ചെയ്യുന്നു വെച്ചാൽ ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്? അത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിലെ എക്കണോമിക് അഡ്വൈസേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഡേറ്റ പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ അടുത്ത് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് PPI എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഉണ്ടാകുന്ന പ്രൈസ് ചേഞ്ച്, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഉണ്ടാകുന്ന പ്രൈസ് ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? PPI അല്ലെങ്കിൽ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത് രണ്ട് രീതിയിൽ ചേഞ്ച് ചെയ്യാം. ഒന്ന് നമ്മൾ ഔട്ട്പുട്ട് PPI എന്ന് പറയും, പിന്നെ ഇൻപുട്ട് PPI എന്ന് പറയും. സോ രണ്ട് ടൈപ്പ് PPI ഉണ്ട്. ഏതൊക്കെയാണ്? ഔട്ട്പുട്ട് PPIയും ഇൻപുട്ട് PPI. ഈ ഔട്ട്പുട്ട് PPI എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗുഡ്സും സർവീസസും അത് ഈ പ്ലേസ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് പ്ലേസ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് ലീവ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇവിടുന്ന് പുറത്തേക്ക് വരുന്ന സമയത്താണ് അതിന്റെ പ്രൈസിന് ചേഞ്ച് ഉണ്ടാവുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഔട്ട്പുട്ട് PPI. അതായത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്, ആ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് പ്രൈസിന് ചേഞ്ച് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഈ ഔട്ട്പുട്ട് PPI എന്ന് പറയുന്നത്. എന്നാൽ പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് എൻറ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു? പ്രൈസിന് ചേഞ്ച് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം റോ മെറ്റീരിയലിന്റെ ഒക്കെ പ്രൈസിന് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഒരു പ്രൈസിന്റെ ഒരു ഡിഫ്ലക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അത് ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് എൻറ്റർ ചെയ്യുന്ന സമയത്തെ പ്രൈസിന് ചേഞ്ച് ഉണ്ടാവുന്നു. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻപുട്ട് PPI എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ എന്ത് ചെയ്യുന്നു? ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൊഡക്ഷൻ എൻട്രി പ്രോസസ്സിൽ തന്നെ പ്രൈസിന് ചേഞ്ച് ഉണ്ടാവുന്നെങ്കിൽ അത് ഇൻപുട്ട് PPI. ദെൻ അത് പുറത്തേക്ക് വരുന്ന സമയത്ത്, ഔട്ട്പുട്ട് വരുന്ന സമയത്താണ് ചേഞ്ച് ഉണ്ടാവുന്നതെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും? ഔട്ട്പുട്ട് PPI എന്ന് പറയും. സോ സിംപിളി എന്താണ് PPI എന്ന് വെച്ചാൽ അതാണ് ഈ ലാസ്റ്റ് സെന്റൻസിൽ പറയുന്ന ചേഞ്ച് ഇൻ ആവറേജ് പ്രൈസ് ദാറ്റ് പ്രൊഡ്യൂസർ റിസീവ്. ഒരു പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന കാശിലുണ്ടാവുന്ന പ്രൈസിന്റെ ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? PPI എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ നമ്മൾ ഇന്ന് മൂന്ന് കാര്യങ്ങളെ പറ്റി, മൂന്ന് ടൈപ്പ് പ്രൈസ് ഇൻഡെക്സുകളെ പറ്റി പഠിച്ചു. ഏതൊക്കെയാണ്? ഒന്ന് WPI, രണ്ട് CPI, മൂന്ന് PPI. WPI ആരാണ് പബ്ലിഷ് ചെയ്യുന്നത് വെച്ചാൽ ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്? എക്കണോമിക് അഡ്വൈസർ, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ് WPI പബ്ലിഷ് ചെയ്യുന്നത്. CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത് വെച്ചാൽ ലേബർ ബ്യൂറോ ആണ് എന്ത് ചെയ്യുന്നത്? പബ്ലിഷ് ചെയ്യുന്ന. ഈ രണ്ടും ഇത് ചോദിച്ചിട്ടുണ്ട്, ആരാണ് പബ്ലിഷ് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ഇതിന്റെ ബേസ് ഇയർ ചോദിച്ചാൽ 2011-12 ആണെന്ന് പറയുന്നത് ബേസ് ഇയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ PPI ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഇൻപുട്ട് ഔട്ട്പുട്ട് PPI ഉണ്ട്. ഇത് പ്രൊഡക്ഷൻ യൂണിറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു ഫാക്ട് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇൻഫ്ലേഷൻസ് പഠിച്ചു, പിന്നെ എന്തും പഠിച്ചു? പ്രൈസ് ഇൻഡെക്സുകളും പഠിച്ചു. സോ നമ്മൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു.